തആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം, മോശമായ കാര്യങ്ങളിൽ സഹകരിക്കരുത്. ഇതല്ലേ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ മാർഗം അവലംബിച്ച് തഖ്വയോടെ ഈമാനോടെ ജീവിച്ച് അവസാനം ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയുന്ന സമയം സുഹൃത്തുക്കളെ വില പിടിച്ച കുപ്പായം നീക്കി വെച്ചുപോയി വെറും ഒരു പുതിയാപ്പിളയായി നിക്കാഹിനിരിക്കുന്ന സമയത്ത്, ഒരൊറ്റ നിക്കാഹിനിരിക്കുന്ന സമയത്ത്, ഒരു പുതിയാപ്പിളയായി ഇറങ്ങുന്ന സമയത്ത് ഒരു നേരം ധരിക്കാൻ വേണ്ടി 1.5 ലക്ഷത്തിന്റെ കുപ്പായമിടുന്നവരില്ലേ, ദൂർത്തടിക്കുന്നവരില്ലേ. പാവപ്പെട്ട പെൺകുട്ടിയുടെ ഒരു കല്യാണത്തിനൊരു പവന് ചോദിച്ചാൽ വലിയ ഞെരുക്കമുള്ളവൻ അവനവന്റെ കല്യാണത്തിന് കോടികൾ തുലക്കുന്നതിനൊരു മടിയുമില്ലാതെ അഹങ്കാരം കാണിക്കുന്നവരില്ലേ. ഞാൻ പറയട്ടെ, എല്ലാ ഷർട്ടും അഴിച്ചുപോയി, എല്ലാ തലേക്കെട്ടും നീക്കിവെച്ചുപോയി, എല്ലാ സ്വർണമോതിരവും വളയും വാച്ചും എല്ലാം അഴിച്ചു വെച്ചുപോയി. വെറും ഒരു വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞുപോയി. സ്വന്തം കുളിക്കാൻ കഴിയൂല, ഉടുക്കാൻ കഴിയൂല. സ്വന്തം മകളോ മകളോ മകന്റെ മകനോ സമീപത്ത് വരുമ്പോ ആളുകൾ മയ്യത്ത് കണ്ട് പേടിച്ചു പോകും. കുഞ്ഞൻ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ മാറ്റി നിർത്തുന്ന അവസ്ഥ വന്നു. അതേ മയ്യത്ത് കട്ടിൽ എടുത്തുകൊണ്ടുവന്ന് വെച്ച് എല്ലാ കാറും ഷെഡിൽ തന്നെ, എല്ലാ വീടും അതേ പറമ്പിൽ തന്നെ. മയ്യത്ത് കട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് കുളിപ്പിക്കാൻ കിടത്തിയപ്പോ ഒന്ന് സ്വന്തം ഔറത്തിന്റെ ഭാഗം പോലും കഴുകാൻ നിവൃത്തിയില്ല. മറ്റുള്ളവര് കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ചിട്ട് അതേ എടുത്തുകൊണ്ടുവന്ന് കുറെ പരുത്തി തൊള്ളയുടെ ഭാഗത്തും കണ്ണിലും കാതിലും അതേ സുജൂദിന്റെ സ്ഥലങ്ങളിലും നമ്മളെ കൈവിരലുകൾക്കിടയിലുമൊക്കെ പരുത്തി വെച്ച് 3 കഷ്ണം തുണി കൊണ്ടൊന്ന് പൊതിഞ്ഞിട്ട് അതേ മയ്യിത്തുകെട്ടിൽ കേറ്റി കൊണ്ടുപോകുന്നൊരു രംഗമില്ലേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. എല്ലാ അഹങ്കാരവും വിദ്വേഷവും തീർന്നില്ലേ? വൈരാഗ്യവും വെറുപ്പും തീർന്നില്ലേ? എല്ലാ അസൂയയും വിരോധവും തീർന്നില്ലേ? എല്ലാ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും കഴിഞ്ഞില്ലേ? മയ്യിത്തുകെട്ടിൽ കേറ്റില്ല ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി എന്നെ വേഗമെത്തിക്കൂ എന്ന് പറയുന്ന ഈമാനും തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കുന്നവരിൽ മെമ്പറാകാൻ കഴിഞ്ഞവൻ ഭാഗ്യവാനാണ് കേട്ടോ. അല്ലാത്ത നിങ്ങളെ ദുന്യാവിന്റെ ആഡംബരങ്ങളും ദുന്യാവിന്റെ സ്വീകരണങ്ങളും ദുന്യാവിന്റെ സല്യൂട്ടുകളും ദുന്യാവിന്റെ ഒരു വിഷയത്തിനും ഒരു വിലയുമില്ല. വേണ്ടി ജീവിച്ച് മരിക്കണം, വേണ്ടി പ്രവർത്തിക്കണം, ആഖിറത്തിന് വേണ്ടി വേണം. ഖുല്ലിന്ന സ്വലാത്തി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരവും ഇബാദത്തും എന്റെ ജീവിതവും മുഴുവൻ സർവലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവായ അല്ലാഹുവിനാണ്. ആ സമർപ്പണം വേണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ രീതിയായി തീരേണ്ടത്. യുവാക്കൾ അനാവശ്യങ്ങളിലേക്ക് പോകാതെ നമ്മൾ അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം.